ശബരിമല ശ്രീ അയ്യപ്പൻ്റെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹങ്ങൾക്ക് ഏറെ വേദനിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അയ്യപ്പൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉരുപ്പടികൾ വിറ്റു. എല്ലാ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അടക്കം ഒറിജിനലായിട്ടുള്ളതെല്ലാം വിറ്റു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിനു പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുമാണെന്ന അതിനിർണായക മൊഴിയാണ് ഇപ്പോൾ പ്രവാസി വ്യവസായി നൽകിയിരിക്കുന്നത്. ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നും ഡിണ്ടിഗലിലെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുൻപ് തന്നെ നടന്നുവെന്നും മൊഴി നൽകിയിരിക്കുകയാണ് വ്യവസായി. ഇത് ചെറിയൊരു കച്ചവടമല്ല. അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയയുടെ കൈകളിലേക്ക് ഈ സാധനം എത്തിക്കഴിഞ്ഞു. ഡി മണി എന്ന് പറയുന്നത് ലോഹ കച്ചവടക്കാർക്കിടയിൽ ദാവൂദ് മണിയാണ്. ജസ്റ്റിസ് കമാൽ പാഷ ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയ വിവരം അനുസരിച്ച് പറയുന്നത് പ്രകാരം ദാവൂദ് മണിയൊക്കെ വിഗ്രഹ കച്ചവടത്തിൽ വേറെ ഒരു ലെവലാണ് എന്നുള്ളതാണ്. ഈ ലോകം കണ്ട ഒരു വിഗ്രഹ കച്ചവടക്കാരനാണ്. അദ്ദേഹമാണ് SITക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത്, ഞാൻ ആ മണിയല്ല എന്നും പറഞ്ഞ്. അതൊക്കെ ഒരു തന്ത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ കച്ചവടം നടത്തിയിരിക്കുന്നത്. പ്രവാസി വ്യവസായിയുടെ മൊഴി പ്രകാരം ഇടപാടിനായി ആദ്യം സമീപിച്ചത് തന്നെയാണെന്നും എന്നാൽ വിലപേശലിലെ തർക്കം കാരണം താൻ പിന്മാറി എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡി മണിയുമായി കച്ചവടം നടത്തുകയും ഇവ വിദേശത്തേക്ക് കടത്തിയെന്ന് ഏകദേശം ഉറപ്പാണെന്നുമുള്ള മൊഴിയാണ് വ്യവസായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ശ്രീ അയ്യപ്പൻ്റെ യഥാർത്ഥ ഉരുപ്പടികൾ ആ ദ്രോഹികൾ പുറത്തേക്ക് കടത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നും ഞാൻ MS മണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ കള്ളന്മാരുടെ സ്ഥിരം നമ്പറായിരുന്നു. ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല എന്നുറപ്പിച്ചുള്ള പോറ്റിയുടെയും കൂട്ടുകച്ചവടക്കാരുടെയും തന്ത്രമായിരുന്നു ഈ പേര് മാറ്റി പറയുന്ന വിദ്യ. ഉരുപ്പടികൾ തനിക്ക് കൈമാറിയത് പോറ്റിയാണെന്ന് മണി തന്നോട് പറഞ്ഞതായും വ്യവസായി വെളിപ്പെടുത്തി. അപ്പോഴാണ് പോറ്റിയെക്കുറിച്ച് ഈ വ്യവസായി അറിയുന്നത് തന്നെ. കൂടുതൽ പോറ്റിയെക്കുറിച്ച് അറിയുമ്പോൾ ആ പോറ്റി ലോക ഫ്രോഡാണ്. കേരളത്തിലെ CPM നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തി വരുന്നു. പക്ഷേ പലരുടെയും പിന്തുണയോടുകൂടിയുള്ള കച്ചവടം നടത്തി വരുന്നു. അതുപ്രകാരം ഡി മണിയുടെ ഡിണ്ടിഗലിലെ വീട്ടിൽ വെച്ച് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയും തിരുവനന്തപുരത്ത് ഉരുപ്പടികൾ കൈമാറ്റം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ ഉരുപ്പടി കൈമാറ്റത്തിന് താൻ സാക്ഷിയാണെന്നും വ്യവസായി SITക്ക് മുൻപാകെ മൊഴി നൽകി കഴിഞ്ഞു. എല്ലാം വിദേശത്തേക്ക് കടത്തിക്കാണും. ഇനി അറിയേണ്ടത് അയ്യപ്പൻ്റെ വിഗ്രഹം ഈ പോറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തില്ല. അത് 100% ഉറപ്പാണ്. ഭരണതലത്തിൽ പിടിപാടുള്ള ഉന്നതൻ വേണം. അതാര്? അത് പോറ്റിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പേര് വന്നേ പറ്റൂ. അത് വരുമോ എന്നും പറയിപ്പിക്കാൻ ഈ SITക്ക് കഴിയുമോ, അവർ മതിയോ എന്നുമാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഒരു പാർട്ടിയെ വിജയിപ്പിച്ച് ജനങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നതും ജനങ്ങളുടെ സ്വത്തിനും വിശ്വാസങ്ങൾക്കും അടക്കം കാവൽ നിൽക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പിണറായി വിജയന് അതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അയ്യപ്പ ഭക്തരെ ആകെ നിരാശയിലാക്കി. എല്ലാം ഇവിടെ മോഷണം നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ജനങ്ങൾ പൊറുക്കാൻ പോകുന്നതല്ല.